ജനുവരി 22, 23, 24 തീയതികളിൽ ജെഇ എഴുതാൻ പോകുന്ന കുട്ടികൾക്കെല്ലാം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇനി എക്സാമിലേക്ക് പോകുമ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ അതിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക. നമ്മൾ അറിയാം, അവസാന നിമിഷം എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം എക്സാം എഴുതാതിരിക്കാൻ പറ്റുക, അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടാകും. എക്സെപ്റ്റ് ലാസ്റ്റ് 2 ദിവസങ്ങളിലെ എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ ആദ്യം തന്നെ പ്രൊവിഷണൽ എന്നാണ് ഉണ്ടായിരിക്കുക. പ്രൊവിഷണൽ തന്നെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതൊക്കെ നോർമലാണ്. നിങ്ങൾ താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ പേര്, ഫാദേഴ്സ് നെയിം ഒക്കെ എന്ത് ചെയ്യും, ഇതിൽ ആദ്യം കാണാൻ പറ്റും. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാകും, നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സിഗ്നേച്ചർ കാണാം. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മുടെ ടെസ്റ്റ് ഡീറ്റെയിൽസിലേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ ഡേറ്റ് കാണാം, അതുപോലെ തന്നെ ഏത് ഷിഫ്റ്റിലാണ് എക്സാം. ഇത് ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കും 9 to 12 IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്. ഈവൻ GCC കുട്ടികളുടെ അഡ്മിറ്റ് കാർഡിലടക്കം ഇതുപോലെ IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തിലെ ടൈം അനുസരിച്ച് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എക്സാം എഴുതാൻ വേണ്ടി പോകണം. ആൻഡ് ടെസ്റ്റ് സെൻറ്റർ എവിടെയാണ്, എക്സാം സെൻറ്റർ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലമൊക്കെ കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ സ്ഥലം കണ്ട് കറക്റ്റ് ഫിക്സ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്. 9 മണിക്കാണ് എക്സാം എന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം. റിപ്പോർട്ടിംഗ് ടൈം 7 മണിക്കാണ് എന്ന് വെച്ചാൽ 2 മണിക്കൂർ മുന്നേ, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ തന്നെ നിങ്ങളോട് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക. 8:30ക്കാണ് ഗേറ്റ് ക്ലോസിംഗ് ടൈം. 8:30ക്ക് ശേഷം പിന്നെ ആരെയും കയറ്റില്ല. അത് വളരെ സ്ട്രിക്റ്റ് ആണ്. എക്സാം തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ എങ്കിലും എത്തണം. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്താൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യില്ല, നിങ്ങളെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റില്ല, എക്സാം സെൻറ്ററിലേക്ക് കയറ്റില്ല എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. അപ്പോൾ ദൂരം, യാത്ര, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളോടൊരു സെൽഫ് ഡിക്ലറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെൽഫ് ഡിക്ലറേഷൻ്റെ കാര്യത്തിൽ ഇതാ താഴെ നമുക്ക് കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ സെയിം ആസ് അപ്ലോഡഡ് ഓൺ ദി അപ്ലിക്കേഷൻ ഫോം. ആ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള അതേ ഫോട്ടോ തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബിഫോർ റീച്ചിങ് ദ സെൻറ്ററിൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ഒരു ഫോട്ടോ പേസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷൻ ടു ബി അഫിക്സ്ഡ് ബിഫോർ റീച്ചിങ് ദ സെൻറ്റർ. ഇതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനുള്ളതാണ്. കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ ഓൺലി. മൂന്നാമത് നിങ്ങളുടെ സൈൻ ചെയ്യാനുള്ള ബോക്സ് ആണ്. അത് എക്സാം ഹാളിൽ എത്തിയിട്ട് ഇൻവിജിലേറ്ററുടെ പ്രസൻസിൽ മാത്രം ചെയ്താൽ മതി. ആദ്യത്തെ 2 സെൻറ്ററിൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകണം. കളർ ആയാലും കുഴപ്പമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല. ഫസ്റ്റ് പേജ് മാത്രം എന്ത് ചെയ്താൽ മതി, പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോയാൽ മതി എന്ന് ഓർക്കുക. ഇൻസ്ട്രക്ഷൻസിൻ്റെ പേജ് ഒന്നും നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇൻസ്ട്രക്ഷൻസിലേക്ക് വരുമ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പോർട്ടിംഗ് ടൈം അല്ലെങ്കിൽ ആ എൻട്രി ടൈമിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ എവിടെ എത്തണം, എക്സാം സെൻറ്ററിൽ എത്തണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോ കാൻഡിഡേറ്റ് ഷുഡ് അഡോപ്റ്റ് എനി അൺഫെയർ മീൻസ് ഓർ ഇൻഡൾജ് ഇൻ എനി അൺഫെയർ എക്സാമിനേഷൻ പ്രാക്ടീസ്. മാൽ പ്രാക്ടീസുകളോ അത്തരത്തിലുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടന്നാൽ നിങ്ങളുടെ എക്സാം ക്യാൻസലാക്കും, ലീഗൽ ആക്ഷൻ വരെ നിങ്ങൾക്കെതിരെ എടുക്കുമെന്ന് സ്റ്റുഡൻസിനോട് കൃത്യമായിട്ട് വാൺ ചെയ്തിട്ടുണ്ട്. നോ കാൻഡിഡേറ്റ് ഷാൾ ബി പെർമിറ്റഡ് ടു ദി എൻറ്റർ ആഫ്റ്റർ ദി ഗേറ്റ് ക്ലോസിംഗ് ടൈം. ഗേറ്റ് ക്ലോസിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിയെയും എന്ത് ചെയ്യില്ല, അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. അതുപോലെ തന്നെ നോ കാൻഡിഡേറ്റ് ഷാൾ ബി പെർമിറ്റഡ് ടു ലീവ് ദി എക്സാം ബിഫോർ ദി എൻഡ് ഓഫ് എക്സാമിനേഷൻ. 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ നിങ്ങളെ പുറത്തു വിടുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു, നേരത്തെ പോകണമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് അടുത്തതായിട്ട്, അപ്പോൺ കംപ്ലീഷൻ ഓഫ് എക്സാമിനേഷൻ പ്ലീസ് വെയിറ്റ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദി ഇൻവിജിലേറ്റർ ആൻഡ് ഡു നോട്ട് ഗെറ്റ് അപ്പ് ഫ്രം യുവർ സീറ്റ് അണ്ടിൽ അഡ്വൈസ്ഡ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പാലിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ എക്സാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് സീറ്റിൽ നിന്ന് എഴുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും നടക്കാനൊന്നും പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ തന്നെ ഇരിക്കുക. അവർ എഴുന്നേൽക്കാൻ പറയുന്നത് വരെ അവിടെ തന്നെ ഇരിക്കാനാണ് പറയുന്നത്. അതുപോലെ ഓൾ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ഡൗൺലോഡ് ആൻഡ് റീഡ് കെയർഫുള്ളി ദ ഇൻസ്ട്രക്ഷൻസ്. ഇത് നിങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വായിക്കണം. പേജ് 1 സെൻറ്റർ ഡീറ്റെയിൽസും സെൽഫ് ഡിക്ലറേഷൻ ഉള്ളത്. പേജ് 2 ഇൻസ്ട്രക്ഷൻ ആണ്. പേജ് 3 ഒരു ഇമ്പോർട്ടൻറ്റ് അഡ്വൈസറി ആണ്. പേജ് 4 ഡിക്ലറേഷൻ ഫോം നോൺ ആധാർ കാൻഡിഡേറ്റ്സ് ആണ്. പിന്നെ പറയുന്നത് അഡ്മിറ്റ് കാർഡ് പ്രൊവിഷണൽ ആണ്, സബ്ജക്ട് ടു സാറ്റിസ്ഫൈങ് എലിജിബിലിറ്റി കണ്ടീഷൻസ് ആസ് ഗിവൺ ഇൻ ദി ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു വെരിഫൈ ദ ലൊക്കേഷൻ ഓഫ് ടെസ്റ്റ് വെന്യൂ ഏർലി എന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്. നോ കാൻഡിഡേറ്റ് വുഡ് ബി അലൗഡ് ടു എൻ്റർ ദി എക്സാമിനേഷൻ വിത്തൗട്ട് അഡ്മിറ്റ് കാർഡ് ആൻഡ് അണ്ടർടേക്കിംഗ് വാലിഡ് ID പ്രൂഫ് ആൻഡ് പ്രോപ്പർ ഫ്രിസ്കിങ്. കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. നിങ്ങളെ കോപ്പി അടിക്കാനുള്ള സാധനങ്ങളൊന്നും കയ്യിലില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിലൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങളെ എക്സാം ഹാളിലേക്ക് കയറ്റുകയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് റിലീജിയൻ കസ്റ്റംസ് റിക്വയർ യു ടു വെയർ സ്പെസിഫിക് അറ്റയർ
പ്ലീസ് വിസിറ്റ് ദ സെന്റർ ഏർലി ഫോർ തറോ ചെക്കിംഗ് ആൻഡ് മാൻഡറ്ററി ഫ്രിസ്കിംഗ്. അതായത് നിങ്ങൾ ഏതെങ്കിലും റിലീജിയന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ധരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ എക്സാം സെന്ററിൽ എത്തുക. അവർ തറവായിട്ട് ചെക്ക് ചെയ്യും. ആ ചെക്കിങ്ങിന്റെ ഭാഗമാകാൻ വേണ്ടി നേരത്തെ എക്സാം സെന്ററിൽ എത്തിയിട്ട് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് കാൻഡിഡേറ്റ്സ് വിൽ ബി പെർമിറ്റഡ് ടു ക്യാരി ഓൺലി ദ ഫോളോയിങ് ഐറ്റംസ് വിത്ത് ദം ഇൻ ടു ദി എക്സാമിനേഷൻ വെന്യൂ. ഒന്ന്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതാം. എ സിമ്പിൾ ട്രാൻസ്പെറന്റ് ബോൾ പോയിന്റ് പെന്ന് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാം. അത് ബ്ലാക്കോ ബ്ലൂ ഒക്കെ ആവും, കുഴപ്പമൊന്നുമില്ല. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡഡ് ഫ്രം NTA വെബ്സൈറ്റ്, എ ക്ലിയർ പ്രിന്റ് ഔട്ട് ഓൺ A4 സൈസിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. അതിൽ ഫില്ല് ചെയ്യാനുള്ള കോളംസ് ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ട് അത് എന്തായിരിക്കണം, A4 സൈസിൽ തന്നെ കൊണ്ടുപോകുക. കളർ ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല. അഡീഷണൽ 1 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഫോർ പേസ്റ്റിംഗ് ഓൺ ദി അറ്റൻഡൻസ് ഷീറ്റ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് മാത്രം കൊണ്ടുപോയാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. 2-3 നിങ്ങൾ എക്സ്ട്രാ കയ്യിലെടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഒറിജിനൽ വാലിഡ് ID പ്രൂഫ് ആസ് അപ്ലോഡഡ് ഇൻ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. ഒറിജിനൽ ID കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്തത് ആധാർ കാർഡാണ്. മോസ്റ്റ് ഓഫ് ദ കുട്ടികളും ആധാർ കാർഡ് തന്നെയാണ്. അപ്പോൾ ഒറിജിനൽ ആധാർ കാർഡ് തന്നെ കയ്യിൽ കരുതുക. ഇനി അതിൽ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യത ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ വോട്ടേഴ്സ് ID കാർഡൊക്കെ ഒരു ബാക്കപ്പ് ആയിട്ട് കയ്യിൽ കൊണ്ടുപോകാം. പക്ഷേ എക്സാം ഹാളിലേക്ക് കയറ്റില്ല, നമ്മൾ ബാഗിൽ എന്ത് ചെയ്യേണ്ടി വരും, ബാഗ് പുറത്ത് വെക്കേണ്ടി വരും. ഓക്കെ, ബിഫോർ റീച്ചിങ് ദ സെന്റർ കാൻഡിഡേറ്റ്സ് മസ്റ്റ് എൻ്റർ ദി റിക്വയർഡ് ഡീറ്റെയിൽസ് ഇൻ ദ സെൽഫ് ഡിക്ലറേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 2 കാര്യങ്ങൾ നേരത്തെ ചെയ്യുക. ഒന്ന് നമ്മുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യാനാണ്, മറ്റേത് ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ ആണ്. ഓക്കെ, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു ബ്രിങ് ഫോട്ടോ ID പ്രൂഫ് ആസ് അപ്ലോഡഡ് ഇൻ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ PWD കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യണം, ആ ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അവരുടെ PWD പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവരണം. അതുപോലെ എക്സാമിനേഷൻ വിൽ ബി ഹെൽഡ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, IST പ്രകാരമാണ്, ഇൻക്ലൂഡിംഗ് ദോസ് ടേക്കിംഗ് ഇറ്റ് അറ്റ് സെന്റേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് എഴുതുകയാണെങ്കിൽ പോലും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിന്റെ പ്രകാരമായിരിക്കും എക്സാം നടക്കുക. എന്നാൽ ഇന്ത്യയിൽ 9 മണിക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കും ആണ് എക്സാം നടക്കുക. ബാക്കി രാജ്യങ്ങളിലെ ടൈം സോൺ നിങ്ങൾ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഫോർ ഡ്രോയിങ് ടെസ്റ്റ് പാർട്ട് 3 ഓഫ് BARC ഉള്ള ഡ്രോയിങ് ടെസ്റ്റിന് കാൻഡിഡേറ്റ് മസ്റ്റ് ബ്രിങ് ദെയർ ഓൺ ജിയോമെട്രി ബോക്സ്, പെൻസിൽ, ഇറേസർ, കളർ പെൻസിൽസ് എക്സെട്ര. അത് എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് അലൗഡ് ടു യൂസ് വാട്ടർ കളേഴ്സ് ഓൺ ഡ്രോയിങ് ഷീറ്റ്. വാട്ടർ കളർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഡ്രോയിങ് ടെസ്റ്റിലുള്ള കുട്ടികളോടാണ് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ആർ നോട്ട് അലൗഡ് ടു ക്യാരി എനി അതർ പേഴ്സണൽ ബിലോങ്ങിങ്സ്. വേറെ ഒന്നും പാടില്ല, മൊബൈൽ ഫോണോ മറ്റ് ഡിവൈസസോ വാച്ചോ ഒന്നും എന്ത് ചെയ്യില്ല, അലൗ ചെയ്യില്ല. ഷൂസ് ഓർ ഫുട് വെയർ വിത്ത് തിക്ക് സോൾസ് ആൻഡ് ഗാർമെന്റ് വിത്ത് ലാർജ് ബട്ടൺസ് ആർ നോട്ട് പെർമിറ്റഡ്. അപ്പോൾ തിക്ക് സോളുകളുള്ള ഷൂസ് ഓഫ് ഫുട് വെയർ ഒന്നും പറ്റില്ല. അപ്പോൾ വളരെ സിമ്പിൾ. ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആഡംബരവും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം ധരിച്ച് പോവുക. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡ് ജെയ്ക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നില്ല. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾ പല ആളുകളും ചോദിക്കാറുണ്ട്, ഞാൻ ഫുട്ബോൾ ജേഴ്സി ഇട്ടിട്ട് പോട്ടെ, ബാക്കിൽ പേരുള്ള ജേഴ്സി ഇട്ടിട്ട് പോട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളൊന്നും വരുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സും ഇടാതിരിക്കുക. വളരെ സിമ്പിളായിട്ട് ആർക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത രൂപത്തിൽ ഡ്രസ്സ് ചെയ്ത് പോവുക. ഓക്കെ, അതാണ് നമ്മൾ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡൊന്നും എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ബ്ലാങ്ക് പേപ്പർ ഷീറ്റ് ഫോർ റഫ് വർക്ക് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദി എക്സാമിനേഷൻ ഹാൾ. പ്രത്യേകം ഓർക്കുക, കാൻഡിഡേറ്റ് മസ്റ്റ് റൈറ്റ് their name and roll number at the top of each of the sheets and must drop the sheets in the designated drop box without fail. അപ്പോൾ റഫ് പേപ്പർ ഒക്കെ അവിടെ തന്നെ തരും. അതിൽ നിങ്ങൾ പേരും റോൾ നമ്പറും എഴുതണം. പോകാൻ നേരം അതൊരു ബോക്സിൽ ഇട്ടിട്ട് പോവും വേണം. ഫെയിലിയേഴ്സ് ടു ഡു സോ മേ റിസൾട്ട് ഇൻ നോൺ ഇവാലുവേഷൻ ഓഫ് യുവർ ആൻസേഴ്സ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഡ്യൂലി ഫിൽഡ് ഇൻ അഡ്മിറ്റ് കാർഡ് മസ്റ്റ് ബി ഡ്രോപ്ഡ് അറ്റ് ദി ഡെസിഗ്നേറ്റഡ് ഡ്രോപ്പ് ബോക്സ്. അപ്പോൾ എക്സാം എഴുതി തിരിച്ചു വരുമ്പോൾ നമ്മുടെ അഡ്മിറ്റ് കാർഡും ഒരു ബോക്സിലേക്ക് നമ്മൾ വലിച്ചെറിയേണ്ടി വരും. അതുപോലെ കാൻഡിഡേറ്റ് ഷുഡ് എൻഷുർ ദാറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ ഈസ് ഓപ്റ്റഡ് സബ്ജക്ട് മീഡിയം ഇൻഡിക്കേറ്റഡ് ഇൻ ദി അഡ്മിറ്റ് കാർഡ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻ കേസ് നിങ്ങൾ മലയാളം പ്ലസ് ഇംഗ്ലീഷ് ആണ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇഫ് അറ്റ് എനി സ്റ്റേജ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് കാൻഡിഡേറ്റ്സ് ഹാവ് സബ്മിറ്റഡ് multiple applications, his or her candidature will be cancelled. അപ്പോൾ ഒരു കുട്ടി തന്നെ 2 ആപ്ലിക്കേഷൻ ചെയ്തിട്ട് എക്സാം എഴുതാനൊക്കെ വന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ കുട്ടീനെ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും, എക്സാമിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ചെക്ക് അപ്ഡേറ്റ്സ് ഫ്രം NTA's വെബ്സൈറ്റ്. നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ NTA വെബ്സൈറ്റ് റെഗുലർലി ചെക്ക് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റുകളെല്ലാം അവിടെയാണ് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദേ ഷുഡ് ഓൾസോ ചെക്ക് ദെയർ മെയിൽ ബോക്സ് ഓൺ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ആൻഡ് SMS. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ രജിസ്റ്റേർഡ് ജിമെയിൽ ഇൻബോക്സ് ഫുൾ അല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഒരുപാട് കുട്ടികളുടെ മെയിൽ ബോക്സ് ഫുള്ളായിരിക്കും. അതുകൊണ്ട്
അതുകൊണ്ട് പുതിയ മെയിലൊന്നും വരില്ല. അതല്ലെങ്കിൽ ചില കുട്ടികളുടെ സ്പാം ഫോൾഡറിലേക്കാണ് മെയിൽ പോവുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റെഡിയാക്കുക. കാരണം ഇനിയും NTA-യുടെ അപ്ഡേറ്റുകൾ ഇമെയിലായിട്ടും SMS ആയിട്ടും നിങ്ങൾക്ക് വരാനുള്ളതാണ്. അത് നമ്മൾ റിസീവ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ മെയിൽ അയക്കാം. അതുപോലെ തന്നെ അവരുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് NTA-യുമായിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനുള്ളത്, ഇഫ് എ കാൻഡിഡേറ്റ് ഗോസ് ഫോർ എ ബയോ ബ്രേക്ക് ഓർ ടോയ്ലറ്റ്, നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഹി ഓർ ഷീ ഷുഡ് അണ്ടർഗോ ദ മാൻഡറ്ററി ഫ്രിസ്കിംഗ് ആൻഡ് ബയോമെട്രിക്സ് അഗെയിൻ. അപ്പോൾ അവിടെ ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും, ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പോകുന്നതിന് മുന്നേയും അതുപോലെ തന്നെ വന്നതിന് ശേഷം ചെക്ക് ചെയ്യാൻ ഇവരുണ്ടായിരിക്കും. എന്തെങ്കിലും രീതിയിലുള്ള മാൽ പ്രാക്ടീസ് ഒന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ സാധിക്കും. ഓക്കെ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി എഴുന്നേറ്റ് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ടോയ്ലറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അവർ നിങ്ങൾ പൊക്കും. അത് വേറെ എന്തോ കാരണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഓക്കെ, മറ്റെന്തെങ്കിലും മാൽ പ്രാക്ടീസിന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ ചോദിക്കാം.